ആരും ഇങ്ങോട്ട് വരുന്നുമില്ല, ഒന്നും തിരിഞ്ഞു നോക്കണമില്ല, ഒരു വക ചെയ്യണമില്ല. വന്നിട്ടതിൽ ആരും ഒന്നും നോക്കിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ ആരും അരിയില്ല, ഇറങ്ങത്തില്ല. ഉദ്യോഗസ്ഥർക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ഫുഡ് വേസ്റ്റ് കിടക്കുന്നത്. ഓടകളൊക്കെ അതിന് മുമ്പത്തെ സർക്കാരാണെങ്കിൽ അതിന് 6 മാസം മുമ്പേ അതിന്റെ പരിഹാരം ഉണ്ടാകും. ചുറ്റുപാടിൽ നിന്ന് വളരെ പ്രയാസകരമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് മാറി എന്നുള്ളതാണ് ഭരണം മാറിയപ്പോൾ. മാസമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേറിയിട്ട് മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഭരണം ഏകദേശം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. മാലിന്യ പ്രശ്നങ്ങൾ മുതൽ കുടിവെള്ള പ്രശ്നം വരെ കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എന്തായാലും ഇതേ സംബന്ധിച്ച് നമുക്ക് ഇവിടെയുള്ള ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പം കയറിയ ഭരണകർത്താക്കളിൽ നിന്നും അല്ലെങ്കിൽ BJP ഭരണകൂടത്തിൽ നിന്നും കോർപ്പറേഷൻ ഭരണകൂടത്തിൽ നിന്നും ഒരു ഓഫീസർമാരോ വന്ന് നോക്കാനോ സ്ഥലം സന്ദർശിക്കാനോ ഒന്നും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. അതാണ് യഥാർത്ഥ സത്യം. കോർപ്പറേഷൻ ഭരണം വെച്ചാൽ വെള്ളക്കെട്ട് ഒന്നും ഒഴിവാണില്ല. ഒരുപാട് വെള്ളക്കെട്ട് എവിടെ നോക്കിയാലും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ബസ് കയറാൻ പറ്റുന്നില്ല. അവിടെ എല്ലാം ഭയങ്കരമായിട്ട് വെള്ളക്കെട്ട്. അവർ പറയുന്ന രീതിയിൽ എവിടെയൊക്കെ ഓടയം ശരിയാക്കാന്ന് പറഞ്ഞ് സർക്കാർ 6 മാസമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. BJP കോർപ്പറേഷനിൽ ഭയങ്കര അഴിമതി ഭരണമാണ്. അവർ കൗൺസിലർമാർ പറയുന്ന കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇവിടെ തന്നെ എന്ത് വെള്ളക്കെട്ടുണ്ടാകുന്നു. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് പുറത്തിറക്കാൻ പറ്റും. ഭരണാധികാരികൾ മാറിയപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവണം. ആരും ഇങ്ങോട്ട് വരുന്നുമില്ല, ഒന്നും തിരിഞ്ഞു നോക്കണമില്ല, ഒരു വക ചെയ്യണമില്ല. കിടക്കുന്ന കൊണ്ടില്ലേ ആരൊക്കെ നിങ്ങളൊന്ന് പോയി അങ്ങോട്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കോർപ്പറേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിലും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഭാഗത്തോട്ട് വന്നിട്ടില്ല എന്നുണ്ട്. അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു 6 മാസത്തിന് മുമ്പ് ഇവിടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു പബ്ലിക് കമ്പോസ്റ്റ് സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞ കോർപ്പറേഷനിൽ എല്ലാം ശരിയാക്കി ഇട്ടിട്ട് ഇന്നും പൂട്ടിക്കിടക്കുക ചെയ്യണം. ഇവിടെയുള്ള സാധാരണക്കാരും മറ്റേ ഒരു മ്യൂസിയം ഉണ്ടല്ലോ അവിടെ, ആ മ്യൂസിയത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാം വരുന്നവർക്ക് വേണ്ടിയിട്ടൊരു സഹായമായിരുന്നു ഈ പബ്ലിക് കമ്പോസ്റ്റ് സ്റ്റേഷൻ. ഇതുവരെ അത് പൂട്ടിക്കിടക്കുന്നതല്ലാതെ ഇന്ന് വരെ അതിനു വേണ്ടിയിട്ട് ഇവിടെ നാട്ടുകാരും ഒക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്തു. പിന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന കോർപ്പറേഷൻ അല്ലാതെ അവർ ഈ ഭാഗത്ത് ഒന്നും ചെയ്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഈ നാട്ടുകാർക്ക് പറയാനായിട്ടില്ല. നേരത്തെ ഇരുന്ന LDFന്റെ അവരാണ് ഇപ്പോഴും നമ്മുടെ LDF ആണ്. അവർ അവർ പരമാവധി ചെയ്യുന്നുണ്ട്. ചാക്കാവാരായിരുന്നു, വെള്ളക്കടവാരായിരുന്നു. കുടിവെള്ള പ്രശ്നങ്ങൾ എല്ലാം നേരത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് വളരെ പ്രയാസകരമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് മാറി എന്നുള്ളതാണ് ഭരണം മാറിയപ്പോൾ. അല്ലാതെ അവര് നേരത്തെ ഇരുന്ന ഗവൺമെന്റിൽ നിന്ന് മുകളിലോട്ടോ മുന്നോട്ടോ ഒന്നും ചെയ്തിട്ടില്ല. 3 ദിവസമായിട്ട് നമ്മുടെ ഏരിയയിൽ വെള്ളമില്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? കാരണം ആളുകൾക്ക് കുടിവെള്ളം അടിസ്ഥാനമായിട്ട് അടുത്ത പൈപ്പിൽ ചെന്നാണ് എടുക്കുന്നത്. അല്പനേരം വെള്ളം വരും, പിന്നെ വെള്ളമേ ഇല്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പരാതി പറയുമ്പോൾ എന്താണ് പരാതി പറയുന്നത്? അവരൊന്ന് ശരിയാക്കാന്ന് പറയണമല്ല, ശരിയാക്കുന്നില്ല. ഞാൻ താമസിക്കുന്ന ആ ഭാഗത്തോട്ട് തന്നെ എല്ലാ ആൾക്കാരും ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന ആ ഭാഗത്താണ്. അവിടെ ഇതുവരെയും കോർപ്പറേഷൻ ഈ ഭരണം വന്നതിന് ശേഷം ഇതുവരെയും കോർപ്പറേഷൻ ഒരു തൊഴിലാളികളൊന്നും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഴ വന്ന സമയത്ത്, മഴ വരണതിന് മുമ്പായിട്ട് 4 ഹിന്ദിക്കാർ പയ്യന്മാർ വന്നിട്ട് അവർ സ്ലാബ് ഇളക്കി. അവിടെ അങ്ങനെ ഒന്നും എടുക്കാനൊന്നുമില്ല. ആ സ്ലാബ് ഇളക്കി അത് ഒന്ന് ക്ലീൻ ചെയ്ത് പോയാൽ അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. അവിടെ അവിടെ 8-10 വീടുണ്ട്. അവർക്കാർക്ക് അവിടെ ഇറങ്ങാനേ നിവർത്തിയില്ലാത്ത കണ്ടീഷൻ. മൊത്തം ഫുഡ് വേസ്റ്റ് ആണ് എടുക്കുന്നത്. ആ സംവിധാനം പോലും ചെയ്തില്ല. ഫുഡ് വേസ്റ്റ് എടുക്കാനോ പ്ലാസ്റ്റിക് പേപ്പർ മാത്രം എടുക്കാനുള്ള ഇതുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുമ്പോൾ അവർ എടുത്തു പോകുന്നുണ്ട്. അത് നമ്മൾ തൃപ്തയല്ല. ഫുഡ് വേസ്റ്റ് കൊണ്ട് എടുക്കാനുള്ള സംവിധാനം ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നാൽ കുറച്ചുകൂടെ ഈ മാലിന്യം മുക്തമാക്കാൻ പറ്റും. പക്ഷെ അത് നടപ്പിലാക്കാൻ കോർപ്പറേഷൻ ഇപ്രാവശ്യം കയറിയിട്ട് ഈ ഭരണം വന്നതിന് ശേഷം ഇതുവരെയും നമ്മളെ ഏരിയയിൽ വന്നിട്ടേ ഇല്ല. ആരും ഒന്നും നോക്കിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ ആരും അരിയില്ല, ഇറങ്ങത്തില്ല. ഉദ്യോഗസ്ഥർക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ഫുഡ് വേസ്റ്റ് കിടക്കുന്നത്. എല്ലാം ആറ്റിലാണ് കൊണ്ടുവരുന്നത്. ഈ പർവ്വതീപത്തിനാണ് കൊണ്ടുവരുന്നത്. കോർപ്പറേഷനിൽ ഭരണമില്ലല്ലോ. നിലവിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, പിരിഞ്ഞുപോയ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ നിലനിർത്തുക. വളരെ വിഷമത്തിലുള്ള കോർപ്പറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ എങ്ങനെ നിലനിർത്തും എന്ന് അതിൻ്റെ പുറകെയാണ്. അല്ലാതെ ട്രിവാൻഡ്രം കോർപ്പറേഷന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തതായിട്ട് പത്രത്തിലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണതയല്ല, ആൾക്കാർക്ക് ആവശ്യമായ കാര്യങ്ങളല്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിലല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.